അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഒരു ലിറ്റർ ഏകദേശം വെള്ളത്തിലായിരിക്കും. നമ്മൾ ഇത്ര ഒരു 2 നുള്ളു മാത്രം കുറച്ച് ക്ലേ ബോൾസ് ഇടാം. ഇത് കണ്ടോ നമ്മളുടെ ഓർക്കിഡിൻ്റെ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്ക് ആണിത്. അപ്പോൾ ടിഷ്യൂ കൾച്ചർ ചെയ്താണല്ലോ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് വളർത്താനായിട്ട് കിട്ടുന്നത്. അപ്പം ഈ ടിഷ്യൂ കൾച്ചർ ചെയ്ത പ്ലാന്റിനെ നമുക്ക് ഇതൊരു ഹാർഡനിങ് സ്റ്റേജിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയാണ് ഇന്ന്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിൻ്റെ ഓരോ സ്റ്റേജും വളരെ ശ്രദ്ധിച്ച് ഒരു ബേബിയെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യുന്നു അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ടിഷ്യൂ കൾച്ചർ പ്ലാന്റിനെ ഹാർഡനിങ് സ്റ്റേജിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് ഹാർഡൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. വളരെ കറക്റ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റിന് ഡാമേജസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ് യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ചാനൽ ഈ ഓർക്കിഡ്സ് അങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇതുപോലുള്ള പ്ലാന്റ്സ് ഫെർട്ടിലൈസേഴ്സ് പോട്ട്സൊക്കെ ആവശ്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് ത്രൂ വാങ്ങിക്കാം. അതല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതുവഴി പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിനെ നമുക്കൊന്ന് ഹാർഡനിങ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മാസം ആയതാണ് ഈ പ്ലാന്റ്. അത് പതിയെ വളർത്തിയെടുത്ത് ടിഷ്യൂ വെച്ചിട്ട് വളർത്തി ഓരോ മീഡിയത്തിൽ വെച്ച് വളർത്തി ഇത് ലാസ്റ്റ് മീഡിയമാണ്. ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണിത്. ഇത് ഒരു ചാർക്കോളിൻ്റെ എന്തോ ഒരു മിക്സാണ്, എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പം ചാർക്കോൾ ചേർന്ന് വരുന്ന ഒരു മീഡിയത്തിലാണ് ഇതിനെ ഇപ്പം ഗ്രോ ചെയ്യിച്ച് വെച്ചേക്കുന്നത്. ഇതിനകത്ത് ഏകദേശം 50ഓളം പ്ലാന്റൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ചിലതിൽ 30 ആയിരിക്കും. അപ്പോൾ എത്ര എണ്ണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഇതിങ്ങനെ ഫില്ലായി തന്നെ ഇരിക്കുന്ന ഒരു ഫ്ലാസ്ക് ആയിരിക്കും സാധാരണയായിട്ട്. അപ്പോൾ ഇത് ഒന്ന് അൺബോക്സ് ചെയ്യാം ആദ്യം തന്നെ. ഓക്കെ, ഇതിന് മുകളിൽ ഒരു സീൽ ചെയ്തിട്ടുള്ള ഒരു തിൻ ഫിലിമുണ്ട്. ഫസ്റ്റ് നമുക്ക് അതിനെ ഒന്ന് ഇളക്കാം. ഇതൊരു ടെറേറിയം പോലെയാണ് ശരിക്കും. ഇതിങ്ങനെ ഒരു എത്രയോ 2-3 മാസം ഇങ്ങനെ തന്നെ ഇരിക്കുക പ്ലാന്റ്സിനെ പതിയെ ഇങ്ങനെ പുറത്തോട്ട് എടുക്കാവേ. ഒന്ന് ചരിച്ചു കൊടുത്താൽ ചിലപ്പോൾ ഇതിന് പതിയെ ഇങ്ങനെ അനങ്ങി വരും പുറത്തോട്ട്. കണ്ടോ? ഇനി നമുക്കിതിനെ പതുക്കെ ഈ വായ്ഭാഗം ചെറുതായതുകൊണ്ട് നമുക്കിതിനെ പതിയെ ഓരോ ലീഫായിട്ട് എടുക്കാം. ഇത് നമ്മൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇതിൻ്റെ മീഡിയമൊക്കെ ചിലപ്പോൾ നമുക്ക് കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായി അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഗ്ലൗസ് ഇട്ടിട്ടാണ് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. കണ്ടോ? ഇതാണ് നമ്മളുടെ ടിഷ്യൂ കൾച്ചർ പ്ലാന്റ്. ഇതിൻ്റെ ഒരു ജെല്ലി പോലുള്ളൊരു മീഡിയമാണ് വരുന്നത്. അപ്പോൾ മീഡിയമൊക്കെ ഇതാ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കേടായി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇത് റീപോർട്ട് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരുന്നു കേട്ടോ. ഇപ്പോൾ 1 മാസമായിട്ട് എനിക്ക് ടൈം കിട്ടിയില്ല അത് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് തന്നെ ഒരു ഇതുണ്ട്, ചെറിയ പൂപ്പൽ പോലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്ലാന്റ് കണ്ടല്ലോ. ഇനി നമുക്ക് ഇവരെല്ലാം ഇങ്ങനെ വെക്കാം. ഇനി നമുക്കിതങ്ങ് കളയാവേ. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ വേണം ഇത് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡിൽ കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. ഡയറക്റ്റ് ഇതിനകത്ത് വെള്ളം വീഴരുത്. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് വേണം എടുക്കാൻ. അപ്പോൾ ഇത് കുറച്ചൊരു 5 മിനിറ്റോളം നമുക്കൊന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഇടാം. അപ്പോൾ അത് ആ മീഡിയമൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ട് ഒന്ന് വൃത്തിയാവാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാന്റ് എടുത്ത് നോക്കിയാൽ കാണാം.
ഇത് ഒറ്റ പ്ലാന്റ് ആയിട്ടിരിക്കുകയാണ് കണ്ടോ. ഇതിന് ഒത്തിരി ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്, ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ നല്ലത് എപ്പോഴും ഇങ്ങനെ ഒറ്റയായിട്ട് തന്നെ നടുന്നതായിരിക്കും. കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്താൽ വീണ്ടും ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്കിതിനെ ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒരു വാഷ്, നമ്മൾ ടച്ച് ചെയ്യുന്നത് തന്നെ ഭയങ്കര സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ആ പ്ലാന്റിന് നോവാത്ത രീതിയിൽ വേണം ചെയ്യാനേ. ആ മീഡിയം ഫുള്ള് വാഷ് ചെയ്ത് കളയണം, ഒട്ടും തന്നെ വയ്ക്കാത്ത രീതിയിൽ. ഇതിൽ ചെറിയ ജെല്ല്, ചെറിയ പാട പോലെയൊക്കെ കണ്ടോ, അത് നമുക്ക് ഈ പ്ലക്കർ വെച്ചിട്ട് പതുക്കെ ഒന്ന് റിമൂവ് ചെയ്യാവേ. ഇത് ഒരു കാരണവശാലും പ്ലാന്റിൽ ഡാമേജ് വരാത്ത രീതിയിൽ വേണം ടച്ച് ചെയ്യാനേ. ഇപ്പോൾ ഒരുപാടങ്ങ് നിങ്ങൾ ക്ലിയർ ആവുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇത്തിരി വൃത്തിയാക്കാനൊന്നും നിൽക്കണ്ട. അതൊരു പരുവത്തിൽ നമ്മളൊന്ന് ക്ലിയർ ചെയ്തങ്ങ് ചെയ്യാവുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ ഡാമേജ് വരും. കാരണം എവിടെയെങ്കിലുമൊക്കെ മുറിവ് വന്നാൽ, കാരണം ഇത്രയും ചെറിയ കുഞ്ഞി പ്ലാന്റ് അല്ലയോ, അപ്പോൾ അതിൻ്റേതായ ഒരു സൂക്ഷ്മത നമ്മളതിന് കൊടുക്കണം. ഏതെങ്കിലും ഒരു സിസ്റ്റമിക് അല്ലെങ്കിൽ കോണ്ടാക്ട് ഫംഗിസൈഡ് എടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു ലിറ്റർ ഏകദേശം വെള്ളത്തിനായിരിക്കും, നമ്മൾ ഇത്ര ഒരു 2 നുള്ള് മാത്രം ഫംഗിസൈഡിൻ്റെ പൗഡർ ഇടുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ ഈ ഒരു സൊല്യൂഷനിലാണ് നമ്മുടെ പ്ലാന്റ് കഴുകാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഇതിനകത്തോട്ട് പതിയെ ഇട്ട് കൊടുക്കാം. അടുത്ത നെക്സ്റ്റ് വാഷ് നമ്മളുടെ ഫംഗിസൈഡ് സൊല്യൂഷനിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല പ്ലാന്റുകൾ മാത്രമായിട്ട് നോക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കണ്ടോ, ഇതുപോലെ നമുക്ക് എടുത്ത് വയ്ക്കാവേ. ഇതിലേക്ക് നമുക്കിനി ഒന്നും കൂടെ വാഷ് ചെയ്യാൻ പോവാണ്. കുറച്ച് വെള്ളം ഒഴിക്കാം. എപ്പോഴും വെള്ളത്തിലേക്ക് ഇടുന്നതാണ് നല്ലത്. വെള്ളം ഒഴിക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ കൂടെ മാത്രം ഒഴിക്കുക. ഇനി അതൊരു 2 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ കിടന്നോട്ടെ. അപ്പോഴത്തേക്ക് നമ്മളുടെ ഈ ആ ഒരു ഫംഗിസൈഡിൻ്റെ അംശമൊക്കെ കുറച്ചൊന്ന് മാറി ആ എഫക്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ക്ലേ ബോൾ കഴുകി എടുക്കുകയാണ്. ഇതിലാണ് നമ്മൾ പോട്ട് ചെയ്യുന്നത്. ഇനി നമ്മളുടെ ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിനകത്തേട്ട് വെച്ച് തോർത്തി എടുക്കാനാണ് കേട്ടോ ഇതിനകത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്താണ് വളരെ നന്നായിട്ടിരിക്കും ക്ലേ ബോളിലാകുമ്പോൾ. നമുക്ക് ഓരോ പ്ലാന്റിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ഇതെല്ലാം ചരിഞ്ഞിരിക്കുകയല്ലേ, ഇത് നമ്മൾ ഈ ക്ലേ ബോളിലോട്ട് പതിയെ ഇങ്ങനെ നിവർത്തി വയ്ക്കാം. ഈ ലീഫ് പോട്ടി മീഡിയത്തിൽ തട്ടാത്ത രീതിയിൽ ഇങ്ങനെ നിവർത്തി പതിയെ വെച്ച് കൊടുക്കാം. ഇത് ആക്ച്വലി നമ്മൾ തൊണ്ടിലൊക്കെയാണ് കേട്ടോ വളർത്തേണ്ടത്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇത് ചുമ്മാ നമ്മളൊരു നെറ്റ് വിരിച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ ചുമ്മാ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിവർന്നിരിക്കത്തൊന്നുമില്ല, എങ്കിലും നമുക്ക് പതിയെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് തോർന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടിലോട്ട് മാറ്റാവേ. അപ്പോൾ തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് എത്ര എണ്ണം നമുക്ക് നന്നായിട്ട് ഗ്രോ ആയി കിട്ടും എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല, കാരണം വളരെ ബേബി പ്ലാന്റ്സ് ആണ്. ഇതിൽ സാധാരണ ഒരു 50% ഒക്കെ നമുക്ക് ഗ്രോ ആയി കിട്ടാറുള്ളൂ. എങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഇതെങ്ങനെ സക്സസ്ഫുള്ളായി വരുന്നത് നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ. അപ്പോൾ ഇനി ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഞാൻ കാണിക്കാവേ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഒരു ഡ്രൈനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതിന് പോട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കുറച്ച് ടെറാക്കോട്ടയുടെ പോട്ട് എടുത്തിട്ടുണ്ട്, ചെറിയ പോട്ട്. ഞാൻ ഇന്ന് ക്ലേ ബോൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഇത് പോട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ കരി ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ വുഡ് ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്യാം, അതല്ലെങ്കിൽ ചകിരിയുടെ നാര് യൂസ് ചെയ്യാം, പിന്നെ തൊണ്ട് യൂസ് ചെയ്യാം. അങ്ങനെ ഒറ്റ മീഡിയം മാത്രം യൂസ് ചെയ്യാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നമ്മളുടെ ഒരു ഇഷ്ടമാണ്. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ, നമ്മുടെ ക്ലൈമറ്റ് എന്തുമായിട്ടാണ് അഡ്ജസ്റ്റ് ആവുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇപ്പം ക്ലേ ബോളിൽ പോട്ട് ചെയ്യാനാണ് ഒരു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ക്ലേ ബോൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു ചെറിയ കിക്കീസ് പോട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കിക്കീസിന് ഒരു ചെറിയ തൊണ്ടിന് 2 പീസ് വെച്ച് ജസ്റ്റ് കെട്ടി എവിടെയെങ്കിലും ഹാങ് ചെയ്തിട്ടിരുന്നാലും മതി. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഭംഗിയായിട്ട് നമ്മളുടെ ക്ലേ ബോൾസ് യൂസ് ചെയ്തിട്ട് പോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്ലേ ബോൾ ഞാൻ കുറച്ച് എല്ലാ പോട്ടിലും ഒന്ന് ഇടുവാണേ. എന്നിട്ട് നമുക്ക് പ്ലാന്റ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാം മുകളിലായിട്ട് ഇടാം. ഇപ്പോൾ ഒരു ഹാഫ് പോർഷൻ നമുക്ക് ക്ലേ ബോൾ നിറയ്ക്കാം. ഇത്ര വലിയ ചട്ടിയുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ എടുത്തതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഈ ഒരു ടെറാക്കോട്ടയുടെ ഇത്രയും ചെറിയ പോട്ടേ ഉള്ളൂ. ഇതിൽ ചെറിയ പോട്ടിന് ഇരിപ്പില്ല. ഇതിന് ആ ഒരു കറക്റ്റ് ഒരു രീതി എന്ന് പറഞ്ഞാൽ ചെറിയ സീഡ്ലിംഗ് ബോട്ടിൽ ചെയ്യുകയാണ് രീതി. പിന്നെ എനിക്കിങ്ങനെ ഈ പോട്ട് ഭയങ്കര ഇഷ്ടമാണ്, ഈ ടെറാക്കോട്ടയുടെ പോട്ട്. അപ്പോൾ ഒരു സെക്ഷൻ എല്ലാത്തിലും ഒന്ന് ഇട്ടിട്ടുണ്ട്. ബാക്കിയും കൂടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു പ്ലാന്റ് ഇതാണ്ട് എടുക്കുന്നു കണ്ടോ. അപ്പോൾ ഈ പ്ലാന്റ് എടുക്കുമ്പോൾ ചില ലീഫുകളിലൊക്കെ ചെറിയ അഴുകലൊക്കെ ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് പോട്ട് ചെയ്യാം. പോട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സെറ്റായിട്ടിരിക്കും. ഇനി ഇവരെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ബാക്കി ക്ലേ ബോളിങ് എടുക്കാവേ. കുറച്ച് ക്ലേ ബോൾസ് ഇടാം. അപ്പോൾ ഇത്ര ഇട്ടിട്ട് നമുക്ക് പ്ലാന്റ് എടുത്തിട്ട് ഇതിനെ ടോപ്പിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് പ്ലാന്റിനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാവേ. പ്ലാന്റ് നമ്മൾ എങ്ങനെ വെച്ചാൽ നിവർന്ന് തന്നെ ഇരിക്കണം. ഒരുപാടങ്ങ് താന്നു പോവുകയും ചെയ്യരുത്. വേര് മാത്രമായിട്ട് നമുക്ക് വെക്കാൻ പറ്റത്തില്ല, കാരണം വേര് മാത്രമായിട്ട് ഇരിക്കത്തില്ല. അതിന് വേണ്ടി ഇല്ലല്ലോ പ്ലാന്റ്. തനിയെ വേര് പിടിച്ച് വേണം ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ. അന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പോട്ട് ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി കുറച്ച് ഡ്രൈ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നി. അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. വേര് കുറച്ച് ഭാഗം അടിയിൽ ഇരിക്കുന്ന രീതിയിലാണ് വെച്ചേക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതിൽ വയ്ക്കും.
നമ്മൾ സാധാരണ ഈ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിൽ കുറച്ചും കൂടി പ്ലാന്റ് കാണുന്നതാണ്. ഇപ്പോൾ ആ ടിഷ്യൂ കൾച്ചർ ഫ്ലാസ്കിൻ്റെ ഡേറ്റ് ഒന്ന് കുറച്ച് എക്സ്പയർ ആയിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അത് കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കത് പോട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചതുമില്ല പെട്ടെന്ന്. അപ്പോഴത്തേക്ക് കുറേ പ്ലാന്റ് കേടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്ലാന്റ് സെറ്റായിട്ടുണ്ട്. എപ്പോഴും വെള്ളം നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്യുക മാത്രമേ ചെയ്യാറുള്ളൂ. വെള്ളം ഒഴിക്കുന്നത് അത്ര നല്ലതല്ല. അതുപോലെ നമുക്ക് വളങ്ങൾ NPKയുടെ 30, 10, 19, 19 ഇതെല്ലാം നമുക്ക് ജസ്റ്റ് സ്പ്രേ ആയിട്ട് ഇതുപോലെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ പ്ലാന്റ്സ് വളർത്തേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ മെത്തേഡ്സ് എല്ലാം അതേ രീതിയിൽ ഫോളോ ചെയ്യുക. പോട്ടിംഗ് മിക്സ് മാത്രം നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. തൊണ്ട് വേണമെങ്കിൽ തൊണ്ട് യൂസ് ചെയ്യാം. തൊണ്ടിലൊക്കെയാണ് ഫാസ്റ്റ് ഗ്രോത്താണ്. പിന്നെ ക്ലേ ബോളിൽ കുറച്ച് സേഫാണ് പ്ലാന്റ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ക്ലേ ബോളിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗ്രോത്തും കണ്ടീഷൻസും ഒക്കെ തുടർന്നുള്ള വീഡിയോസിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ എത്ര എണ്ണം നമുക്ക് സക്സസ് ആയിട്ട് കിട്ടും എന്നൊക്കെ നമുക്ക് നോക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.